മക്കളെ, ജെറുസലേം പ്രയർ ലൈനിലേക്ക് സ്നേഹത്തോടെ വന്നുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഈശോയുടെ കരങ്ങളിലൂടെ നിത്യപിതാവിന് സമർപ്പിക്കുകയാണ്. പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ, രോഗികളായിരിക്കുന്നവർ, പ്രേക്ഷിത ഗണങ്ങൾ, ശുശ്രൂഷകർ, അപ്പസ്തോലന്മാർ, വിവിധങ്ങളായ പ്രാർത്ഥനാ സമൂഹത്തിൽപ്പെട്ടവർ എല്ലാവരെയും വിശുദ്ധനായിരിക്കുന്ന വിൻസെൻ്റ് പോളിൻ്റെ കരങ്ങളിലൂടെ പിതാവായ ദൈവത്തിൻ്റെ ഹൃദയത്തിന് സമർപ്പിക്കുകയാണ്. മക്കളെ, നമ്മൾ ഒരിക്കലും പാപത്തെ പ്രണയിക്കരുത്. നമ്മൾ ഒരിക്കലും പാപത്തിൻ്റെ വഴിയിലൂടെ നടക്കാതിരിക്കണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എവിടെയാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിത്തീരുന്നത്? വചനം പഠിപ്പിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 24-ാം വാക്യം. തിരുലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റ് പറ്റിയത്. അപ്പോൾ തെറ്റുപറ്റാൻ 2 കാരണങ്ങളാണ് പറയുന്നത്. ഒന്ന്, തിരുലിഖിതങ്ങൾ, ബൈബിള്, സത്യവേദ പുസ്തക ഗ്രന്ഥം, അതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ. 2, ദൈവത്തിൻ്റെ ശക്തി, പവർ, അതിനെക്കുറിച്ചുള്ള അജ്ഞത. ഇത് രണ്ടുമാണ് ഒരു മനുഷ്യനെ തെറ്റിലേക്ക് കൊണ്ടുപോകുന്നത്. നമ്മൾ ഹൃദയപൂർവ്വം ദൈവത്തിൻ്റെ ശക്തിയോട് ചേർന്ന് നിന്നാൽ, വചനമാകുന്ന യേശുവോട് ചേർന്ന് നിന്നാൽ, പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള ശക്തി, പവർ ഈശോ തരും. പ്രചോദനങ്ങൾ സ്വീകരിക്കാനായിട്ടുള്ള ജ്ഞാനം ഈശോ നമുക്ക് തരും. ഏതെങ്കിലും ഒരു പ്രവൃത്തി പൂർത്തീകരിക്കാനായിട്ടുള്ള തീഷ്ണത വചനമാകുന്ന യേശു തരും. അതുകൊണ്ട് ഈ സമയം 7 കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ പോകുകയാണ്. അത് കേട്ടുകഴിഞ്ഞാൽ വചനം പഠിക്കാനും വചനം വായിക്കാനും വചനം ജീവിക്കാനായിട്ടുള്ള ഒരു പ്രത്യേകമായ താല്പര്യം ഉണ്ടാകും എന്ന് കണ്ടുകൊണ്ടാണ്. 1, വചനത്തിൻ്റെ അമൂല്യത. 1, പ്രലോഭനങ്ങളെ അതിജീവിക്കാനായിട്ട് നമ്മെ സഹായിക്കും. നമ്മൾ വചനം നന്നായി വായിക്കുകയും പഠിക്കുകയും ചെയ്താൽ ഏത് പ്രലോഭനങ്ങളെയും അതിജീവിക്കാൻ. 2, ജ്ഞാനപൂർവമായ തീരുമാനമെടുക്കാൻ സഹായിക്കും. 3, സ്വഭാവ രൂപീകരണത്തിന് അത് സഹായിക്കും. 4, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ വചനം നമ്മെ സഹായിക്കും. 5, ദൈവവചനം ജീവിതത്തിൻ്റെ അടിത്തറയായിട്ട് മാറും. 6, പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് ദൈവവചനം. 7, പ്രതിസന്ധികളിൽ പെട്ടെന്ന് ആശ്വാസം ലഭിക്കണമെങ്കിൽ വചനഗ്രന്ഥം തുറന്നു വായിക്കുക. ഈ 7 കാര്യങ്ങൾ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം. വചനം കേൾക്കുക മാത്രമല്ല, എനിക്ക് കിട്ടുന്ന ഈ ഇൻസൈറ്റ് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യണം. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും, ഈ വചനത്തിൻ്റെ പ്രയർ ലിങ്ക് ആർക്കൊക്കെ അയച്ചു കൊടുക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അവരിലും അവരിലൂടെ അനേകരിലേക്കും വചനത്തിൻ്റെ ശക്തി കത്തിപ്പടരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.